ഹലോ ഗായ്സ്, നിങ്ങൾ കാണുന്നത് മംഗ്ലീഷ് മാങ്ക. സോ ഒബ്സഷൻ, ഒരു യൂട്യൂബർ വെറും 10 ലക്ഷം രൂപ മുടക്കി ചെയ്ത ഒരു സിനിമ ഇപ്പോ 16 കോടിയും കഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ 200 കോടി അടിക്കുമെന്നാണ് പറയുന്നത്. സോ അത്രയ്ക്കും വേണ്ടി ഇതിൽ എന്തോ ആണ് ഉള്ളത് എന്നറിയാൻ സിനിമ പോയി കണ്ടു നോക്കിയപ്പോൾ ഹൊറർ, സൈക്കോളജിക്കൽ ജോണറൊക്കെ മിക്സ് ചെയ്ത് പക്ക ഒരു മാസ്റ്റർ പീസ് ഐറ്റം. നല്ലൊരു അമേസിംഗ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു. അടുത്തതായിട്ട് ഇനി എന്തോ ആണ് നടക്കാൻ പോകുന്നത് എന്ന ക്യൂരിയോസിറ്റി തന്നെ മുഴുവൻ പടം ഇരുന്ന് നമ്മൾ കാണും. ഇതൊരു R-rated ആയിട്ടുള്ള ഫിലിമാണ്. സോ നമ്മളെ നാട്ടിൽ സെൻസർ ചെയ്തിട്ടായിരിക്കും പ്രദർശിപ്പിക്കുന്നത്. ഇത് കാണുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അത് OTT-ൽ കാണുമ്പോൾ കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. ബട്ട് മുഴുവൻ സിനിമയും അതേപോലെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ OTT കാണുന്നതായിരിക്കും നല്ലത്. എങ്കിലും ഒന്ന് തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. ആദ്യം നമുക്ക് സിനിമയിലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. പേര് ഞാൻ പ്രൊണൗൺസ് ചെയ്ത തെറ്റാണെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. അപ്പോ നിക്കി എന്ന റോള് പ്ലേ ചെയ്ത ഇൻഡി നാവരറ്റെ ആക്ടിങ് ഈസ് പെർഫെക്റ്റ് ടു ദ എഡ്ജ് എന്ന് പറയാം. ഇതിനു മുമ്പ് വേറൊരു സിനിമയിലോ സീരീസിലോ ഇവരെ ഞാൻ കണ്ടിട്ടില്ല. അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ചിലപ്പോൾ കണ്ടു കാണും, ഫേസ് ഓർമ്മയില്ലാത്തായിരിക്കും. ഈ ഒരു ആക്ട്രസിന് നല്ല അമേസിംഗ് ആയ ഫ്യൂച്ചർ ഞാൻ കാണുന്നുണ്ട്. ഗ്ലാമർ കാണിച്ച് അഭിനയിക്കുന്ന സിനിമകൾ അവോയ്ഡ് ചെയ്ത് ഇവരുടെ ആക്ടിങ് പൊട്ടൻഷ്യൽ വെളിയിൽ കൊണ്ടുവരുന്ന സ്ക്രിപ്റ്റ് എടുത്ത് അങ്ങനത്തെ സിനിമകൾ ചെയ്താൽ ഫ്യൂച്ചറിൽ വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആക്ട്രസ് ആവും. നമ്മൾ പീക്ക് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു അൾട്ടിമേറ്റ് പെർഫോമൻസ് ആയിരുന്നു ഇവര് കാഴ്ചവെച്ചത്. അടുത്തടുത്തായിട്ട് ഇവള് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന കാര്യം നമ്മളെ മനസ്സിൽ വളരെ ഡീപ്പായിട്ട് തന്നെ ഒരു പേടി ഉണ്ടാക്കും. ഈ ഒരു കാര്യം സ്ക്രീനിൽ നിന്ന് നമ്മളെ ഉള്ളിലോട്ട് അവർക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. സിനിമയുടെ പേര് പോലെ തന്നെ ഷീ ഈസ് കംപ്ലീറ്റ്ലി ഒബ്സസ്ഡ് ആണെന്ന് നമുക്ക് പറയാം. സോ ഇവരെ ഞാൻ ഇത്രയും പോയിട്ട് പറയണമെങ്കിൽ അതിന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള റീസൺ ഉണ്ട്. ഈ സിനിമയിൽ ഭയങ്കരമായിട്ടുള്ള സ്ക്രീമിങ്ങോ ജംപ് സ്കെയറോ പ്രേതങ്ങള് കയ്യും കാലും തലയൊക്കെ ഓടിച്ച് തലകുത്തനെ നടക്കുന്നതോ അങ്ങനെയൊന്നുമില്ല. ഈ ഒരു പെണ്ണ് വേറൊരു ചെറുക്കനെ ജെന്യുവിൻ ആയിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്, ഭയങ്കര ഒബ്സസീവ് ആയിട്ട് തന്നെ പ്രേമിക്കുന്നുണ്ട്. ബട്ട് ഈ പെണ്ണിന് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. അതായത് ഒരു ശരീരത്തിന് നമ്മൾ അറിയാതെ സബ് കോൺഷ്യസ്ലി 2-3 പേഴ്സണാലിറ്റി കാണും. ആ രണ്ടാമത്തെ പേഴ്സണാലിറ്റിക്ക് ഇവനെ ഒരു തരത്തിലും ഒട്ടും ഇഷ്ടമല്ല. സോ ഈ രണ്ട് കാര്യവും ബാലൻസ് ചെയ്തുകൊണ്ട് ഒരു പേഴ്സണാലിറ്റീന്റെ ഒബ്സഷനും കാണിക്കണം, മറ്റേ പേഴ്സണാലിറ്റീന്റെ റിഗ്രറ്റും കാണിക്കണം. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ഞാൻ പെട്ടിരിക്കുകയാണ്, എന്നെ ആരെങ്കിലും വന്ന് രക്ഷിക്കൂ എന്ന പരിതാപവും കാണിക്കണം. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പെർഫോമൻസ് കാണിക്കുക എന്നുള്ളത് വളരെ കഷ്ടപ്പാടുള്ള ഒരു കാര്യമാണ്. ബട്ട് ഈ ആക്ട്രസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു കാര്യം അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫ്യൂച്ചറിലെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആക്ട്രസ് ആയിട്ട് ഇവര് മാറും. സോ സിനിമയിലെ ഹീറോ എന്ന് പറയാൻ പറ്റത്തില്ല, മെയിൻ പ്രോട്ടോകോണിസ്റ്റ്. ഇയാളെ ചുറ്റിയാണ് കഥ മൊത്തം നടക്കുന്നത്. പിന്നെ സിനിമേന്റെ വൺ ലൈന് പറയുകയാണെങ്കിൽ അത്ര യുണീക്ക് ഒന്നും അല്ല. ഒരു ചെറുക്കൻ, അവൻ കൊച്ചിലെ മുതലേ ഇൻട്രോവേർട്ട് ആയിട്ടാണ് വളർന്നു വരുന്നത്. അവന് അറിയുന്ന ഒരു പെണ്ണുണ്ട്, അവന് അവൾ ഒരുപാട് ഇഷ്ടമാണ്. അവള് വളർന്ന് വലുതാകുമ്പോ അവക്ക് വേറൊരുത്തനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവന്റെ പുറകെ പോകും. അതുപോലെ തന്നെ ഇവൻ ഇൻട്രോവേർട്ട് അല്ലേ, അവക്കടുത്ത് ചെന്ന് ഇഷ്ടമാണെന്ന് പറയാനുള്ള ധൈര്യമൊന്നും ഇവനില്ല. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കട്ടാവോ എന്ന് പേടിച്ചവൻ പറയൂല. എങ്ങനെയെങ്കിലും അവക്ക് ഇവന്റെ അടുത്ത് ഇഷ്ടം ഉണ്ടാവണം എന്ന് വിചാരിച്ച് ഒരു കടയിലോട്ട് കയറുകയാണ്. ആ കടയില് വൺ വിഷ് വില്ലോ എന്ന് പറഞ്ഞ ഒരു മുട്ടായി വിൽക്കുന്നുണ്ട്. ആ മുട്ടായി എടുത്ത് ഒടിച്ച് നമുക്കൊരു വിഷ് ചെയ്യാം. ഇഫ് വിഷസ് കുഡ് കില്ലെന്നും പറഞ്ഞ് ഈ വർഷം 2026 ഏപ്രിലിൽ ഇറങ്ങിയ ഒരു കൊറിയൻ സീരീസ് ഉണ്ട്. വളരെ നല്ലൊരു സീരീസ് ആണ്. അപ്പോ ഇവൻ ഈ മുട്ടായി എടുത്ത് ഈ ലോകത്ത് ആ പെണ്ണ് എന്നെ മാത്രമേ സ്നേഹിക്കാവൂ എന്ന് വിഷ് ചെയ്യും. സോ അതിനുശേഷം ഈ പെണ്ണ് ഇവനെ ഏത് രീതിയിലാണ് സ്നേഹിച്ചത് എന്നതാണ് സിനിമ. മുഴുവൻ സ്നേഹവും ഇവന്റെ അടുത്ത് മാത്രം കാണിക്കണമെന്ന് പറഞ്ഞ് ഈ പെണ്ണ് നടക്കും. ബട്ട് ഇവിടെയാണ് വലിയ ട്വിസ്റ്റ്. ഈ പെണ്ണിന് ഇവനെ ഒട്ടും ഇഷ്ടമല്ല. ബട്ട് എന്തോ ഒരു കാര്യം ഈ പെണ്ണിനെ നിർബന്ധിത ആക്കെയാണ്. ഭയങ്കര ഒബ്സസീവ് ആയിട്ട് ഇവനെ സ്നേഹിക്കേണ്ട അവസ്ഥ ഉണ്ടാവുകയാണ്. നാച്ചുറൽ ആയിട്ട് വരുന്ന ഒബ്സഷൻ വേറെ, ഇങ്ങനെ നിർബന്ധിതമായിട്ട് വരുന്ന ഒബ്സഷൻ വേറെ. ഈ ഒരു കാര്യം വളരെ അടിപൊളിയായിട്ട് തന്നെ ആക്ട്രസിന് കാണിക്കാൻ പറ്റുന്നുണ്ട്. ഇവള് നിർബന്ധിതമായി ഈ ഒരു ഒബ്സഷനിലോട്ട് പോവുകയാണ് എന്നൊരു കാര്യം സിനിമയിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇവനെ ഞാൻ ഹീറോ എന്ന് വിളിക്കാത്തതിന്റെ കാര്യവും അതാണ്. കാരണം ഇവനും ഈ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്, എന്നിട്ടും അവൻ റിപ്പീറ്റഡ്ലി ഇത് എന്നെ വീണ്ടും ചെയ്യാണ്. ഇതൊരു നെഗറ്റീവ് ഷെയ്ഡിൽ കാണിച്ചിരുന്നെങ്കിൽ ഇവ ഒരു വില്ലനാണ്. സത്യം പറഞ്ഞാൽ ഇവ ഒരു വലിയ ഭീരുവാണ്. സാധാരണ രീതിയിൽ അവന് വേണമെങ്കിൽ പ്രൊപ്പോസ് ചെയ്യായിരുന്നു, അത് ചെയ്യാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് ഇതും ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ ലാസ്റ്റ് ഇവ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കും. ആ ഒരു ഡിസിഷൻ എന്തരായിരിക്കും എന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാനൊക്കെ പറ്റും. സോ റൈറ്റിംഗ് എടുക്കുകയാണെങ്കിൽ ഈ രണ്ട് ക്യാരക്ടേഴ്സ് ആണ് മോസ്റ്റ്ലി ഇമ്പോർട്ടന്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാവരും സൈഡ് ക്യാരക്ടേഴ്സ് മാത്രമാണ്. ഒരു 4-5 പേർക്ക് നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ടായിരുന്നു. വെറും 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഉണ്ടാക്കിയെടുത്ത ഒരു പടമാണ്. മോർ ലൈക്ലി ഒരു യൂട്യൂബ് വീഡിയോ ആയിട്ട് പ്രസന്റ് ചെയ്യാനായിരുന്നു അവരുടെ പ്ലാന്. കാരണം ഈ സിനിമയുടെ ഡയറക്ടർ കരി ബാർക്കർ ഒരു യൂട്യൂബർ ആണ്. ഒരുപാട് പേരൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും.
ചെറിയൊരു ഐഡിയനെ അദ്ദേഹത്തിന്റെ സ്റ്റൈലിൽ റെപ്രസെന്റ് ചെയ്ത് ഇപ്പോ 16 കോടി കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു. സത്യമായിട്ടും ഈ മൂവി നല്ല വർത്താണ്. ഈ ഒരു $1 മില്യൺ അവരെങ്ങനെയൊക്കെ എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്, അതുകൊണ്ട് ഓഡിയൻസിന് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. ദിസ് ഇസ് നോട്ട് എ ഹൊറർ ഫിലിം, മോസ്റ്റ്ലി ഒരു സൈക്കോളജിക്കൽ ഹൊറർ എന്ന് നമുക്ക് പറയാം. നമ്മൾ ഈ സിനിമയായിട്ട് നല്ലപോലെ കണക്ട് ആവും. പിന്നെ ഒരു കാറിലെ സീനുണ്ട്, അത് നിങ്ങൾ പോയി കാണ്. R-rated ഫിലിം ആയതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങളൊക്കെ വാരി കൊട്ടിയിട്ടുണ്ട്. ബട്ട് ഈ സീനൊക്കെ തിയേറ്ററിൽ സെൻസർ ചെയ്തെന്നാണ് തോന്നുന്നത്. R-rated സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് എന്തിനാണ് ഇതൊക്കെ കട്ട് ചെയ്യുന്നത്? മുഴുവൻ എക്സ്പീരിയൻസ് OTT കണ്ടാലേ കിട്ടോളെന്നാണ് തോന്നുന്നത്. നല്ല നല്ല ഹ്യൂമർസ് ഉണ്ട്, അതൊക്കെ നല്ലപോലെ വർക്ക് ആവുന്നുണ്ട്. ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കുന്ന സാധനമൊന്നുമല്ല, ജസ്റ്റ് ആഹാ അങ്ങനെ ഒരു സാധനം. അതും നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഡാർക്ക് ഹ്യൂമർ നല്ലപോലെ വർക്കൗട്ട് ആയിട്ടുണ്ട്. സിനിമേന്റെ അവസാനമൊക്കെ ആവുമ്പോഴത്തേക്ക് നമ്മൾ പേടിച്ചിട്ട് മൂലയിരിക്കും. ഈ സിനിമേന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇനിയും ഉണ്ടെന്ന് തോന്നുന്നു. ഒരു റഫ് ആയിട്ടുള്ള എൻഡിങ് ആയിരുന്നു. ഓവറോൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഫൺ ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ഹൊറർ മൂവി. ഒരു പ്രേത പടം അല്ലെങ്കിലും അതിന്റെ ഒരു ടോൺ ഉണ്ട് പടത്തിന്. നെഗറ്റീവ് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ ഈ സിനിമേന്റെ സ്റ്റാർട്ടിങ് ഒരു 30 മിനിറ്റ്സ് ഭയങ്കര സ്ലോ ആയിട്ട് പലർക്കും തോന്നാം. ബട്ട് നമ്മൾ ആ ക്യാരക്ടേഴ്സുമായിട്ട് കൂടുതൽ കണക്ട് ആവണമെങ്കിൽ ആ ഒരു സ്ലോ ബിൽഡിങ് ആവശ്യമാണ്. പിന്നെ രണ്ടാമതായിട്ട് ബഡ്ജറ്റ് 4-5 ലൊക്കേഷനേ ഉള്ളൂ. അവിടെ തന്നെ മാറി മാറിയാണ് കഥ മൊത്തം നടക്കുന്നത്. പിന്നെ ഈ വിഷ് ഫുൾഫിൽ ചെയ്യുന്ന മുട്ടായിന്റെ കാര്യം പറഞ്ഞില്ലേ, അതിന്റെ ഒറിജിനോ കാര്യങ്ങളോ ഒന്നും തന്നെ സിനിമയിൽ പറയത്തില്ല. ബട്ട് ഇതില്ലെങ്കിലും കുഴപ്പമില്ല. പടം നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. കോംപ്ലക്സ് ആയിട്ട് ആരും എക്സ്പെക്ട് ചെയ്യരുത്. എല്ലാവർക്കും നല്ല ഈസി ആയിട്ട് കണക്ട് ആവുകയും ചെയ്യും. ഓവറോൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറി, സിമ്പിൾ ആയിട്ടുള്ള സിനിമ. വെറും സ്ക്രീൻ പ്ലേ കൊണ്ട് മാത്രം എല്ലാവരുടെ മനസ്സിലും കയറി പറ്റാൻ അവരെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. വേറൊരു നെഗറ്റീവ്സും എനിക്ക് പറയല്ല. അമേസിംഗ് ആയിട്ടുള്ള മൂവിയാണ്. സമയമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. സോ കണ്ടവർക്ക് എങ്ങനെയാണ്? നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടോ? നിങ്ങളുടെ തോട്ട്സും വ്യൂസും ഒക്കെ മറക്കാതെ താഴെ കമന്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയിൽ കാണാം.